നോക്കൂ, കേരളത്തിൻ്റെ ഡൈക്കോട്ടമി. കേരളത്തിൽ രണ്ട് മുന്നണികളും രണ്ട് പക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. CPM ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി, ഹിന്ദു വോട്ടുകൾ ഒരു കാരണവശാലും പോകാതിരിക്കാൻ വേണ്ടി ഒരു അജണ്ട വെച്ച് പോകുന്നു. കോൺഗ്രസ്, UDF മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും പോകാതിരിക്കാൻ അതിന് പിന്നാലെ പോകുന്നു. അതിനിടയ്ക്ക് ഇവിടെ തഴച്ചു വളരുന്നത് ഇവിടുത്തെ വർഗീയ കക്ഷികളാണ്. എങ്ങനെയായിരുന്നു മതമില്ലാത്ത ജീവൻ വിഷയമില്ലാതായത്? സൂംബ ഡാൻസ് ഇപ്പോൾ സ്കൂളുകൾ കളിക്കുന്നുണ്ടെന്ന് പോയി അന്വേഷിച്ച് നോക്ക്. സൂംബ ഡാൻസ് നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പല സ്കൂളുകളും എതിർക്കുകയാണ്. തൊഴിലുറപ്പ് സമയത്ത് ഒരു പ്രസ്താവന, ഒരു പ്രതിജ്ഞ ചെയ്യണമുണ്ടായിരുന്നു, അതില്ലാതായി പോയല്ലോ. അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും ഇപ്പോൾ സ്കൂളിലെ സമയമാറ്റത്തിൻ്റെ കാര്യത്തിൽ പോലും വളരെ ശക്തമായ റെസിസ്റ്റൻസാണ്. മിണ്ടുന്നില്ല UDF. അതേസമയം ഇപ്പുറത്തോ വെള്ളാപ്പള്ളി നടേശൻ കേരളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കി കളയുമെന്നൊക്കെയുള്ള കല്ല് വെച്ച നുണ പറയുകയും പച്ചയ്ക്ക് വർഗീയത പറയുകയും ചെയ്യുകയാണ്. ഈ രണ്ട് കൂട്ടർക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളുടെ പിന്തുണയുണ്ട്. അതാണ് സ്ഥിതി. ഇതിനിടയ്ക്ക് നമ്മൾ പെടുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെടരുത്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പരീക്ഷണശാലയാണ് നടക്കുന്നത്. അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.